Hello, dear students. Today we can just summarize the chapter Structural Violence and the Trans Struggle for Dignity, written by Guy Imant Semela. I have already discussed a lot about this chapter. Those who have missed the live classes, for them I am trying to explain this chapter in a very short way. Before beginning, I would like to request all the students to watch the introduction of this chapter. Then only you know about this author and you can get idea about who are trans people. Okay? From the title of the chapter or the essay, Structural Violence and the Trans Struggle for Dignity, it is evident that the essay speaks about the problems faced by the transgenders, the struggles that they had to go through to live as a normal human beings in our society. ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സാധാരണ മനുഷ്യജീവിതം നയിക്കണമെങ്കിൽ ട്രാൻസ് പീപ്പിൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നത് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ എസ്സേയുടെ ഒരു ടൈറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. Semela speaks about, in the starting of the essay, he speaks about the how structures of caste, class, patriarchy means male dominated society, and racism, ഇത് മൂന്നും ഇങ്ങനെയുള്ള സാമൂഹിക ഘടന എങ്ങനെയാണ് ഒരുമിച്ച് സമൂഹത്തിൽ ഫങ്ഷൻ ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ ഇനീക്വാലിറ്റീസ് കൊണ്ടുവരുന്നതും ഈ ഇനീക്വാലിറ്റീസിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് അവർ സപ്പോർട്ട് എടുക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടാണ് അവരെടുക്കുന്നത്. എന്തൊക്കെ ഗവൺമെൻറ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫാമിലി സിസ്റ്റം, മെഡിക്കൽ സെറ്റപ്പ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെറ്റപ്പിൻ്റെ സപ്പോർട്ടോടു കൂടി അവർ ഇനീക്വാലിറ്റീസ്, സമൂഹത്തിൽ ഇനീക്വാലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ ദീസ് institutional support often gives approval to the practices of oppression upon weaker sections of the society. Who are the weaker sections? For example, Dalits, Adivasis, transgenders, and so on. Then the author speaks about how the transgenders are looked down by the Indian society. ഇന്ത്യൻ സമൂഹത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? Either they are looked as or depicted as phantasmagoric beings. Phantasmagoric beings meaning എന്താ? Very strange and mysterious creatures. ഇന്ത്യൻ മിത്തോളജീസിൽ കാണപ്പെടുന്ന മായാരൂപങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ ഒപ്രഷൻ്റെ ജസ്റ്റ് ഒരു വിക്ടിംസ് പോലെയോ ആണ് ഇവരെ കാണപ്പെടുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ. Next, we can discuss the problems faced by the transgenders in education sector and also in the family. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഒരുപാട് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട്സ് ആവുകയാണ്. അതിനുള്ള കാരണങ്ങൾ എന്താണ്? സ്ഥിരമായിട്ട് കളിയാക്കൽ, അല്ലെങ്കിൽ മാർക്കിംഗ് സിസ്റ്റം, അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള മാർക്ക് കൊടുക്കാതിരിക്കുക, അതേപോലെ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഫ്രം ബോത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, പണിഷ്മെൻറ്റ് ഫോർ ജെൻഡർ നോൺ കൺഫേമിറ്റി, ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു കൺഫേം ആവാത്തത് കൊണ്ട് അതിന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അവർക്ക് പണിഷ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് കൊണ്ട് അവരെന്താണ് കൂടുതലും ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫാമിലീസിൽ അവരെന്തൊക്കെയാണ് പ്രശ്നം നേരിടുന്നത്? സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ കാസ്റ്റ് പെട്രിയാർക്കി സിസ്റ്റം എന്ന ഈ ഒരു സമൂഹത്തിൽ അവർക്ക് നാണം, ഇറ്റ് ഈസ് എ ഷെയിം, ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്നത് നാണം കെട്ട ഏർപ്പാടാ എന്ന് കരുതി സ്വന്തം കുടുംബങ്ങൾ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൂടുതലും ട്രാൻസ് വിമനാണ് ഡിസോൺ ചെയ്യുന്നത്. ട്രാൻസ് മെന്നിനേക്കാളും കൂടുതൽ ട്രാൻസ് വിമനാണ് ഡിസോൺ ചെയ്യുന്നത്. ട്രാൻസ് വുമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് ടൈമിൽ the child is identified as
മെയിൽ, പിന്നെയാണ് അവർ ഒരു ഫീമെയിൽ ക്വാളിറ്റീസ് പുറത്ത് കാണിക്കുന്നത്. നേരെ തിരിച്ച് ട്രാൻസ് മാൻ ആണെങ്കിൽ ബർത്ത് ടൈമിൽ പെണ്ണായിരിക്കും, പക്ഷേ കൂടുതലും ആണിൻ്റെ ക്വാളിറ്റീസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇവിടെ ട്രാൻസ് വുമനാണ് കൂടുതലും പുറത്താക്കപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? സ്ത്രീത്വം എന്ന് പറയുന്നത് വീക്കാണ്, വളരെ ദൗർബല്യമാണ് സ്ത്രീ. നേരെ തിരിച്ച് പുരുഷനാണെങ്കിലോ ശക്തിയുള്ള ധൈര്യമുള്ള ആളാണ്. സോ കൂടുതലും ട്രാൻസ് വുമനാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അതിനുള്ള റീസൺ നമ്മൾ പറഞ്ഞു. അടുത്തത് പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓർ ജോബ് സെക്ടർ ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെ വിദ്യാഭ്യാസവും വീടും ഇല്ലാതെ ട്രാൻസ് പീപ്പിൾ ലാസ്റ്റ് എന്താണ്, അവർക്ക് വേറെ നിർവാഹമില്ലാതെ സ്ട്രീറ്റ് ജോബ്സ്, എങ്ങനെയാണ് സെക്സ് ട്രേഡോ അല്ലെങ്കിൽ ബെക്കിങ്ങിലോ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. വേറെ വഴിയില്ല. വിദ്യാഭ്യാസത്തിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഫാമിലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, പിന്നെ അവർ തെരുവിലൊക്കെ ഇറങ്ങി. തെരുവിലുള്ള ആകെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, ബെഗിങ് അല്ലെങ്കിൽ സെക്സ് ട്രേഡ്. ട്രഡീഷണൽ റോൾ ഓഫ് ബദായി, ബെഗിങ്, സെക്സ് ട്രേഡ്, ഈ 3 ഓപ്ഷൻസ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ട്രഡീഷണൽ റോൾ ഓഫ് ബദായി എന്ന് പറഞ്ഞാൽ ചില ഓസ്പീഷ്യസ് ഒക്കേഷൻസിൽ ഇവർ വന്ന് ബ്ലെസ്സിങ്സ് കൊടുക്കുക, അല്ലെങ്കിൽ മാരേജ് ഫങ്ഷൻ അല്ലെങ്കിൽ കുഞ്ഞു ജനിച്ച ടൈമിൽ ഇവർ വന്ന് ബ്ലെസ്സിങ്സ് കൊടുത്താൽ തിരിച്ച് അവർ എന്തെങ്കിലും പൈസ കൊടുക്കും. ഈ 3 ജോലികൾ കൂടാതെ അവർക്ക് HIV ഫണ്ട്സ് സ്വീകരിക്കുന്ന ചില NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, അതിൽ ഇവർക്ക് ചെറിയ വളരെ മീഗർ, വളരെ ലോവർ പൊസിഷനിലുള്ള എന്തെങ്കിലും ജോലി കൊടുക്കുമായിരുന്നു. ഇങ്ങനെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമോ ജോലിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷി കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആര് വന്ന് അടിച്ചാലും അവർക്ക് പ്രതികരണ ശേഷിയില്ല. So they are subjected to violence every time when they are engaged in sex trade or begging. ഒരുപാട് ഫിസിക്കൽ ടോർച്ചേഴ്സ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്താലോ പോലീസുകാർക്ക് ഇവരുടെ കേസ് ടേക്കപ്പ് ചെയ്യാൻ മടിയാണ്. അഥവാ FIR, even though they file FIR, they do not do any follow-up investigation. ഒരു follow-up investigation പോലും അവർ നടത്താറേ ഇല്ല. Semala cites an example of a Hyderabadi trans woman who leads a protest against police, asking them to make a proper inquiry into a trans murder case. Next, we can see what are the problems faced by transgenders in Karnataka. ട്രാൻസ് പീപ്പിളിനെ നിയമപരമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ചില നിയമങ്ങളെ എന്താക്കി, വളച്ചൊടിച്ചു അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തു കർണാടക ഗവൺമെൻറ്. അങ്ങനെയുള്ള നിയമങ്ങളാണ് പ്രൊഹിബിഷൻ ഓഫ് ബെഗറി ആക്ട്, ഇമ്മോറൽ ട്രാഫിക്കിംഗ് പ്രിവെൻഷൻ ആക്ട്. ഈ നിയമങ്ങളുടെ പേര് പറഞ്ഞ് ട്രാൻസ് പീപ്പിളിനെ എന്ത് ചെയ്തു, അവർ കേസ് ഫയൽ ചെയ്ത് അവരെ ജയിലിൽ അടച്ചിട്ടു. അതോടൊപ്പം തന്നെ 2011 ഏപ്രിലിൽ കർണാടക ഗവൺമെൻറ് വേറൊരു നിയമം അല്ലെങ്കിൽ വേറൊരു വകുപ്പ്, കർണാടക പോലീസ് ആക്ട്, ആ നിയമം അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് മറിച്ച് ഈ ഹിജ്റ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെല്ലാം, അല്ലെങ്കിൽ ഹിജ്റ കമ്മ്യൂണിറ്റി മൊത്തം തന്നെ ക്രിമിനൽസാണ്, അവർ ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല, പൊതുവേദിയിലൊന്നും അവരെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല, അവരൊക്കെ ഒഴിവാക്കണം എന്ന രീതിയിൽ എന്താ ചെയ്തത്, പോലീസ് ഈ ഒരു ആക്ടിനെ അവർ എമെൻഡ് മീൻസ് ചേഞ്ച് ചെയ്ത് ഇവരെന്താണ് പോലീസിൻ്റെ ഗ്രിപ്പിൽ അവരെ കീഴിലാക്കാൻ, അവരെവിടെയാണോ താമസിക്കുന്നത് അവരെ എല്ലാ ഡീറ്റെയിൽസും ഈ പോലീസിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെ എന്താണ്, ഇവരെ സമൂഹത്തിൽ നിന്ന് മുഴുവനെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് കർണാടക പോലീസ് ആക്ട് അല്ലെങ്കിൽ കർണാടക പോലീസ് നടത്തിയത്. സോ അവരുടെ പ്രസൻസ് തന്നെ അവിടെ അശുദ്ധമാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെവിടെയും പോകാൻ പാടില്ല. ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി, ഹിജ്റ കമ്മ്യൂണിറ്റി വേറെ എന്താണ് പൊതു സ്ഥലത്തോ അല്ലെങ്കിൽ പൊതുവായിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊന്നും ഇവർക്ക് പാർക്കാൻ പോലും
അവകാശമുണ്ടായിരുന്നില്ല. ഈ ട്രാൻസ് വിമനൊക്കെ സ്ലംസിൽ വളരെ താഴ്ന്ന ആൾക്കാർ ജീവിക്കുന്ന ശുദ്ധമായ വായുവോ ശുദ്ധമായ വെള്ളമോ ശരിയായ രീതിയിലുള്ള ഭക്ഷണമോ ഒന്നും കിട്ടാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കേണ്ടി വരുന്നത്. ഈ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ഈ ജാതി ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പ്രത്യേക അവകാശങ്ങളും ആർക്കാണ്? അപ്പർ കാസ്റ്റിലുള്ള അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർക്കും മറ്റെല്ലാ ഒപ്രഷൻസ് അടിച്ചമർത്തലുകളും പുറത്താക്കലുകളൊക്കെ ആരെ മുകളിലാണ് ഇമ്പോസ് ചെയ്യുന്നത്? ലോവർ ക്ലാസ്സിലുമാണ്. അതാണ് കാസ്റ്റ് മൊറാലിറ്റി എന്ന് പറയുന്നത്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നുണ്ട്. അതാണ് ഇത് പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. സോ നിയമപരമായി അവരെന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത്? മെഡിക്കൽ സയൻസ് ലേബിൾഡ് ദിസ് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി ആസ് ജെൻഡർ ഡിസോർഡർ ഓർ ജെൻഡർ ഡിസ്ഫോറിയ. ഇതൊരു അസുഖമായിട്ടാണ് മെഡിക്കൽ സയൻസ് കാണുന്നത്. ഇവർക്ക് ആവശ്യമുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള ഒരു മെഡിക്കൽ കെയർ അവർക്ക് കിട്ടുന്നില്ല. ലൈക്ക് സർജറീസ് ആയാലും ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും വളരെ വിലയേറിയതാണ്. അതൊക്കെ ഇവർക്ക് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിന്ന് അവർക്കുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. സോ ചില ടൈമിൽ ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നുണ്ട്. ചില സർജറി ടൈമിൽ ആയാലും ഈ അനസ്തീഷ്യ കൊടുക്കുന്ന ടൈമിൽ ചില മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് ഒരുപാട് മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ്. Despite the verdict of Supreme Court, the trans people had to suffer a lot in general. What are they? What is the Supreme Court judgment? Let's see. The Supreme Court on April 15th, 2014 ruled that trans people could change their legal gender markers without surgery or hormonal intervention. ഒരു സർജറി കൂടാതെ അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിൽ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മാറ്റാനുള്ള നിയമം പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നിയമം പാസ് ചെയ്തിരുന്നാലും അത് നടപ്പിലാക്കാൻ തന്നെ ഒരുപാട് ടൈം എടുത്തു. ഇങ്ങനെയുള്ള ഒരു നിയമം പാസ്സാക്കിയതിന് ശേഷവും ഇപ്പോഴും ട്രാൻസ് പീപ്പിൾ വിദ്യാഭ്യാസം നേടാനും നല്ല മര്യാദയുള്ള ഒരു ജോലി നേടാനും അവർ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടോ എന്നതാണ് സത്യം. ബിക്കോസ് അവരുടെ SLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള ജെൻഡറും അവരുടെ പ്രസൻറ്റ് ജെൻഡറും തമ്മിലുള്ള മിസ്മാച്ചാണ് അതിനുള്ള കാരണം. ഇപ്പോൾ ഒരു ജോലിക്ക് പോയി അവർ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരു ട്രാൻസ്ജെൻഡർ ജോലിക്ക് പോയതിന് ശേഷം സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റിൽ കാണുന്നത് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കും. സോ അവിടെ തന്നെ ഒരു മിസ്മാച്ച് വരുമ്പോൾ അവർക്കൊരു ജോലി കൊടുക്കാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല. സോ ദെയർ റൈറ്റ്സ്, citizenship rights are denied to them. In this essay, Semlar also speaks about the linguistic violence, that is the aggression in the use of language that is taking place against the transgender in our country. He cites the example of the word eunuch. Eunuch അതിൻ്റെ മീനിങ് എന്താണ്? castrated male. And Semlar says that this word is harmful to the entire trans community. The entire trans people are wrongly referred to as eunuchs by the media, judiciary, police. Semlar concludes this essay by recollecting the exclusions, marginalizations faced by the trans people with respect to language, history, writing, medical care, housing, employment, legal system and education.
He also strongly recommends that or says that our society hasn't become democratic or just enough to properly address the problems of trans people. Our society has not become too democratic to address the problems of trans people. However, he says that uh, many trans people like him are inspired by the struggles and movements for the dignity of trans people and are coming forward to normal social life. തന്നെ പോലുള്ള ഒരുപാട് യുവ ട്രാൻസ് പീപ്പിൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്ട്രഗിൾസിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് എല്ലാവരും ജീവിക്കുന്ന നോർമൽ സോഷ്യൽ ലൈഫ് ലീഡ് ചെയ്യുവാൻ എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട് എന്ന ഒരു പ്രതീക്ഷയോടെയാണ് ഈ ഒരു എസ്സേ അവസാനിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള എസ്സേ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ലൈവ് ക്ലാസ് എടുത്തത്. എനിവേ, ഈ ഒരു എസ്സേ ഞാൻ വളരെ എത്രയും കഴിയാവുന്നത് ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. I hope you understand. If you have any doubts, do ask. Thank you. Have a nice day. Take care of yourselves.